അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നടാ? പ്രിയ 1100 രൂപ കൊടുത്ത് ബാഗും ചെരുപ്പും വാങ്ങി. ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. ചെരുപ്പിന്റെ വില എന്താണ്? ബാഗിന്റെയോ? ഓക്കെ. അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ചെരുപ്പിന്റെ വില സമം എക്സ്, ബാഗിന്റെ വില സമം, നമ്മളോട് ഇവിടെ ഒരു ഹിന്റ് പറഞ്ഞിട്ടുണ്ട്. എത്രയാ? ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. അതായത് ചെരുപ്പിന്റെ വില എക്സ് ആണെങ്കിൽ അതിന്റെ കൂടെ എത്ര കൂടുതലാണ്? 300 രൂപ എന്തിനു കൂടുതലാണ്? ബാഗിന് കൂടുതലാണ്. ഓക്കെ. ഇതിന് രണ്ടിനും കൂടെ എത്രയായി? 1100. അതായത് എക്സ് ചെരുപ്പിന്റെ വില, ബാഗിന്റെ വില എക്സ് പ്ലസ് 300 എത്രയായി? 1100. ഇത്ര വരെ മനസ്സിലായി കാണുമല്ലോ. അതായത് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ചെരുപ്പിന്റെ വില. എക്സ് പ്ലസ് 300 എന്ന് പറയുന്നത് ബാഗിന്റെ വില. ഇത് രണ്ടും കൂടി എത്രയായി? 1100. നോക്കിയടാ, ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? എക്സ് പ്ലസ് എക്സ് 2x 2x പ്ലസ് 300 is equal to 1100. ഓക്കെ. എന്ത് ചെയ്യുന്നു? 2x ഇവിടെ നിൽക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം? ഈ 1100 മൈനസ് നമ്പേഴ്സ് എല്ലാം ഇപ്പുറത്ത് പോകുമ്പോൾ ഇവിടെ പോസിറ്റീവ് സൈൻ ആണ്. ഈക്വൽ സൈനിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? നെഗറ്റീവ് 300. ഓക്കെ. ഇതുവരെ ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ 2x ഈസ് ഈക്വൽ ടു 800 എന്ന് നമുക്ക് ആൻസർ വരും. x ഈസ് ഈക്വൽ ടു 800. നോക്കിയ കുഞ്ഞുങ്ങളെ, ഇവിടെ 2x എന്ന് പറയുമ്പോൾ 2 into x അല്ലേ? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മുടെ ഈക്വൽ സൈനിന്റെ അവിടെ പ്രത്യേക വരുമ്പോഴത്തേക്ക് എന്താവും? ഡിവിഷൻ ആവും. കണ്ടോ? 800 ഡിവൈഡഡ് ബൈ 2 എത്രയായി? 400. എക്സ് 400 കിട്ടി അല്ലെ? എക്സ് 400 കിട്ടിയെങ്കിൽ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ബാഗിന്റെ വില എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാഗിന്റെ വില, ചെരുപ്പിന്റെ വില നമുക്ക് എക്സ് 400 എന്ന് കിട്ടി. ബാഗിന്റെ വില എത്രയാ? ബാഗിന്റെ വില എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ചെരുപ്പിന്റെ വിലയേക്കാൾ 300 കൂടുതലാണ്. എക്സിന്റെ വില ഇവിടെ തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് 300. എക്സിൽ വിലയിട്ട് കൊടുക്കുമ്പോൾ എത്ര വരും? 400 പ്ലസ് 300 ദാറ്റ് ഈസ് ഈക്വൽ ടു 700. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ചെരുപ്പിന്റെ വില എത്ര കിട്ടി? 400. ബാഗിന്റെ വില 700. ഓക്കെ. എല്ലാവർക്കും ഒന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലെ? നിങ്ങൾ എന്തായാലും വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.